ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്.എം. അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും അങ്കണത്തിലേക്ക് സ്വാഗതം. അങ്കണത്തിൽ ഇന്ന് ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് നമ്മോട് സംസാരിക്കുന്നു മഞ്ജു കുര്യൻ. ജീവിതശൈലീ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം ഇന്ന് തീർത്തും അനാരോഗ്യകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പൊതുവെ കരുതുന്നതിൽ അതിശയോക്തിയില്ല. ഓരോ 5 സെക്കൻഡിലും ഒരാൾക്ക് പ്രമേഹം വരുന്നു. ഓരോ 10 സെക്കൻഡിലും ഒരാൾ പ്രമേഹം ബാധിച്ച് മരിക്കുന്നു. ഓരോ 30 സെക്കൻഡിലും ഒരു അവയവം പ്രമേഹം മൂലം നഷ്ടപ്പെടുന്നു. കേൾക്കുമ്പോൾ അതിശയോക്തിപരമെന്ന് തോന്നുമെങ്കിലും പ്രമേഹം എന്ന ജീവിതശൈലീ രോഗത്തെ തികച്ചും ഗൗരവത്തോടെ കാണേണ്ട സമയമാണിത്. ലോക പ്രമേഹ ദിനം പ്രമേഹത്തെ കേന്ദ്രീകരിച്ചുള്ള പ്രാഥമിക ആഗോള ബോധവൽക്കരണ ക്യാമ്പയിനാണ്. ഇത് എല്ലാ വർഷവും നവംബർ 14 നടത്തപ്പെടുന്നു. പ്രമേഹം ഉയർത്തുന്ന വർദ്ധിച്ചു വരുന്ന ആരോഗ്യ ഭീഷണിയെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് മറുപടിയായി 1991 ഇന്റർനാഷണൽ ഡയബറ്റിക്സ് ഫെഡറേഷനും ലോകാരോഗ്യ സംഘടനയും ചേർന്ന് ലോക പ്രമേഹ ദിനം പ്രഖ്യാപിച്ചു. 2006 ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം പാസായതോടെ ലോക പ്രമേഹ ദിനം ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ദിനമായി. 160-ലധികം രാജ്യങ്ങളിലായി 1 ബില്യണിലധികം ആളുകളുള്ള ആഗോള പ്രേക്ഷകരിലേക്കെത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രമേഹ ബോധവൽക്കരണ ക്യാമ്പയിനാണ് വേൾഡ് ഡയബറ്റിക്സ് ഡേ. പ്രമേഹ ബോധവൽക്കരണത്തിൻ്റെ ആഗോള പ്രതീകമാണ് നീലവൃത്തം. എല്ലാ വർഷവും ലോക പ്രമേഹ ദിന ക്യാമ്പയിൻ ഒന്നോ അതിലധികമോ വർഷം പ്രവർത്തിക്കുന്ന ഒരു സമർപ്പിത വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 2021-2023 വർഷങ്ങളിൽ ലോക പ്രമേഹ ദിനത്തിൻ്റെ തീം പ്രമേഹ പരിചരണത്തിലേക്കുള്ള പ്രവേശനം എന്നതാണ്. പ്രമേഹം പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? ലോകമെമ്പാടും കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ പ്രമേഹമുള്ളവരുടെ എണ്ണം 108 ദശലക്ഷത്തിൽ നിന്ന് 420 ദശലക്ഷമായി വർദ്ധിച്ചു. പ്രമേഹത്തിൻ്റെ ആഗോള വ്യാപനം 1980 മുതൽ ഏകദേശം ഇരട്ടിയായി 4.7% നിന്ന് 8.5% ഉയർന്നു. അമിതഭാരമോ പൊണ്ണത്തടിയോ പോലെയുള്ള അനുബന്ധ അപകട ഘടകങ്ങളുടെ വർധനവിനെ ഇത് പ്രതിഫലിപ്പിക്കുന്നു. കഴിഞ്ഞ ദശകത്തിൽ ഉയർന്ന വരുമാനമുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളിൽ പ്രമേഹത്തിൻ്റെ വ്യാപനം അതിവേഗം വർദ്ധിച്ചു. പ്രമേഹവുമായി ബന്ധപ്പെട്ട രോഗങ്ങളുടെ ഭാരം വളരെ വലുതും വളരുന്നതുമാണ്. വെറും 20 വർഷത്തിനുള്ളിൽ പ്രമേഹത്തിൽ നിന്നുള്ള മരണനിരക്ക് ലോകമെമ്പാടും 70% വർദ്ധിച്ചു. പ്രമേഹമുള്ള ആളുകൾക്ക് ഗുരുതരമായ രോഗങ്ങളും മറ്റു രോഗങ്ങളിൽ നിന്നുള്ള മരണവും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ക്ഷയരോഗത്തിനുള്ള ആരോഗ്യവുമായി ബന്ധപ്പെട്ട 5 അപകട ഘടകങ്ങളിൽ പ്രധാനിയാണ് പ്രമേഹം. 40 മുതൽ 74 വയസ്സുവരെയുള്ളവരിൽ അന്ധതയ്ക്കുള്ള പ്രധാന കാരണം പ്രമേഹമാണ്. എന്താണ് പ്രമേഹം? രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് സാധാരണയിൽ കൂടുതൽ ഉയർന്നു നിൽക്കുന്ന അവസ്ഥയാണ് പ്രമേഹം. നമ്മുടെ ആഗ്നേയഗ്രന്ഥിയിൽ നിന്നുണ്ടാകുന്ന ഇൻസുലിൻ എന്ന ഹോർമോൺ ആവശ്യമായ അളവിൽ ഉണ്ടാകാതിരിക്കുമ്പോഴോ ഇൻസുലിന് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റാതാകുമ്പോഴോ ആണ് പ്രമേഹം ഉണ്ടാകുന്നത്. ആഗ്നേയഗ്രന്ഥിയിലെ ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കുറച്ചു കൊണ്ടുവരിക എന്ന ധർമ്മമാണ് ഇൻസുലിൻ നിർവഹിക്കുന്നത്. ആഹാരം കഴിച്ച ഉടനെ ഇൻസുലിൻ കൂടുതൽ ഉണ്ടാകുകയും രക്തത്തിലെ ഷുഗർ ലെവൽ ഉയരാതെ നിലനിർത്തുകയും ചെയ്യുന്നു. പ്രമേഹം എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്നത് 40-50 വയസ്സ് കഴിഞ്ഞ ആളുകളെയാണ്. എന്നാൽ കുട്ടികളിലും പ്രമേഹം വരുന്നുണ്ട് എന്നത് പലരും ഞെട്ടലോടെയാണ് മനസ്സിലാക്കുന്നത്. നവംബർ 14 ശിശുദിനം എന്ന പോലെ ലോക പ്രമേഹ ദിനം കൂടിയായിരിക്കെ നാം ഇതിനെപ്പറ്റി കുറെ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രമേഹം 2 തരത്തിലുണ്ട്, ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം. ടൈപ്പ് 1ൽ ഇൻസുലിൻ ഹോർമോൺ വേണ്ടത്ര ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. ഇൻസുലിൻ വേണ്ടത്ര ഉണ്ടാകാത്തതിനാൽ ഇൻസുലിൻ നൽകുക എന്നതാണ് ഇന്നത്തെ നിലയിലെ ചികിത്സാരീതി.
മുതിർന്നവരിൽ കാണുന്ന പ്രമേഹം ടൈപ്പ് 2 ആണ്. ടൈപ്പ് 2 പ്രമേഹത്തിൽ മരുന്നുകൾ കൊണ്ടോ വ്യായാമം കൊണ്ടോ ഇൻസുലിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാൻ സാധിക്കും. ടൈപ്പ് 2 പ്രമേഹം കൂടുതലായും പാരമ്പര്യമായി കിട്ടുന്നതാണ്. അടുത്ത ബന്ധുക്കൾക്ക് പ്രമേഹമുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ടൈപ്പ് 1 പ്രമേഹത്തിന് പാരമ്പര്യവുമായി അത്ര വലിയ ബന്ധമില്ല. ടൈപ്പ് 2വിനേക്കാളും അപൂർവമായതിനാലും കുട്ടികളിൽ ഇത്തരം രോഗങ്ങൾ സാധാരണ സംശയിക്കാത്തതിനാലും പലപ്പോഴും ടൈപ്പ് 1 പ്രമേഹം കണ്ടുപിടിക്കാൻ വൈകാറുണ്ട്. പ്രമേഹമില്ലാത്തവരെ അപേക്ഷിച്ച് പ്രമേഹ രോഗികളിൽ വിഷാദരോഗം ഇരട്ടി സാധാരണമാണ്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, നാഡീക്ഷതം, വൃക്ക തകരാറുകൾ, പാദങ്ങൾക്ക് കേടുപാടുകൾ, അണുബാധകൾ എന്നിവയിലേക്കും അതിലേറെ മാരകമായ മറ്റു പ്രശ്നങ്ങളിലേക്കും പ്രമേഹം നയിച്ചേക്കാം. ഇത്തരം സാഹചര്യങ്ങളിലാണ് ലോക പ്രമേഹ ദിനത്തിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത്. ഇൻസുലിൻ കണ്ടുപിടിച്ച് 100 വർഷം കഴിഞ്ഞിട്ടും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് പ്രമേഹ രോഗികൾക്ക് അവർക്കാവശ്യമായ പരിചരണം ലഭ്യമാക്കുവാൻ കഴിയുന്നില്ല. പ്രമേഹമുള്ള ആളുകൾക്ക് അവരുടെ അവസ്ഥ നിയന്ത്രിക്കുവാനും സങ്കീർണതകൾ ഒഴിവാക്കുവാനും നിരന്തരമായ പരിചരണവും പിന്തുണയും ആവശ്യമാണ്. പ്രമേഹം മനസ്സിലാക്കുക എന്നത് അതിനെ നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനുമുള്ള ആദ്യ പടിയാണ്. പ്രമേഹ രോഗികളെയും അവരെ പരിചരിക്കുന്നവരെയും അവരുടെ അവസ്ഥയെക്കുറിച്ച് അറിവോടെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നതിന് ഇൻ്റർനാഷണൽ ഡയബറ്റിക്സ് ഫെഡറേഷൻ സ്കൂൾ ഓഫ് ഡയബറ്റിക്സ് ഒരു പുതിയ ഓൺലൈൻ വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോം തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഡയബറ്റിസ് സ്ക്രീനിംഗ് പ്രോഗ്രാമുകൾ, റേഡിയോ ടെലിവിഷൻ ക്യാമ്പയിനുകൾ, സ്പോർട്സ് ഇവൻറ്റുകൾ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഈ രോഗാവസ്ഥയെക്കുറിച്ചും അതിൻ്റെ സങ്കീർണതകളെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഒരു പരിധിവരെ സാധിക്കുന്നുണ്ട് എന്നത് ഏറെ പ്രതീക്ഷകൾ നൽകുന്ന ഒന്നാണ്. ഇൻ്റർനാഷണൽ ഡയബറ്റിക്സ് ഫൗണ്ടേഷൻ്റെ കണക്കനുസരിച്ച് 2021 പ്രമേഹം 67 ലക്ഷം പേരുടെ മരണത്തിന് കാരണമായി. അതേ വർഷം തന്നെ 53.7 കോടി ആളുകൾ ഈ രോഗവുമായി ജീവിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു. ഈ എണ്ണം ഇനിയും വർദ്ധിക്കും എന്നതാണ് സൂചന. 2030 64.2 കോടിയും 2045 78.3 കോടിയും ആകും എന്നതാണ് കണക്ക്. 24 കോടിയോളം വരുന്ന മുതിർന്നവരിൽ 2-1, അതായത് ഏകദേശം 44% ആളുകൾ പ്രമേഹ ബാധിതരാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഞെട്ടിപ്പിക്കുന്ന ഈ സ്ഥിതിവിവര കണക്കുകൾക്കിടയിൽ നമുക്ക് ചിന്തിക്കാം, പ്രമേഹം നിയന്ത്രിക്കാൻ എന്ത് ചെയ്യുവാൻ കഴിയും? ശരിയായ ഭക്ഷണക്രമം, ചിട്ടയായ ജീവിതശൈലി, വ്യായാമം എന്നിവയിലൂടെ ടൈപ്പ് 2 പ്രമേഹം ഒരു പരിധിവരെ നിയന്ത്രിക്കുവാനും നിയന്ത്രണ വിധേയമാക്കുവാനും നമുക്ക് സാധിക്കും. അച്ചടക്കമുള്ള ജീവിതശൈലി, സ്വയം നിരീക്ഷണം, രക്തത്തിലെ പഞ്ചസാരയുടെ ഏറ്റക്കുറച്ചിലുകൾ നിരീക്ഷിക്കൽ, ഡോക്ടർമാരുമായുള്ള പതിവ് കൂടിയാലോചന എന്നിവയിലൂടെ ശരിയായ ആരോഗ്യം പുനഃസ്ഥാപിക്കാം. പ്രമേഹം നിയന്ത്രിക്കുന്നതിനുള്ള ചില പ്രതിരോധ നുറുങ്ങുകൾ ഇവയാണ്. പഞ്ചസാരയും ശുദ്ധീകരിച്ച കാർബോഹൈഡ്രേറ്റും കഴിക്കുന്നത് ഒഴിവാക്കുക. ഭക്ഷണത്തിൻ്റെ ചെറിയ ഭാഗം ഒരേ സമയം കഴിക്കാൻ ശീലിക്കുക. നാരുകൾ അടങ്ങിയ ഭക്ഷണം ശീലമാക്കുക. ദിവസവും 30 മിനിറ്റെങ്കിലും സ്ഥിരമായി വ്യായാമം ചെയ്യുന്നത് ശീലിക്കുക. രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് നിരീക്ഷിക്കുക. രക്തസമ്മർദ്ദം ശരിയായി നിലനിർത്തുക തുടങ്ങിയവ ടൈപ്പ് 2 പ്രമേഹത്തെ പ്രതിരോധിക്കുന്നതിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു. പ്രചാരണങ്ങൾ വർഷം മുഴുവനും നീണ്ടു നിൽക്കുമ്പോൾ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുന്നതാണ് എന്ന കേട്ട് പഴകിപ്പോയ എന്നാൽ നമ്മുടെ ജീവനോളം മൂല്യമുള്ള ഈ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആരോഗ്യമുള്ള ജീവിതത്തിലേക്ക് നമുക്ക് നടന്നു നീങ്ങാം. ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് മഞ്ജു കുര്യൻ. അടുത്തതായി കല്യാണി വാസുദേവൻ എഴുതി അവതരിപ്പിക്കുന്ന കവിത കേൾക്കാം. ശൂന്യത. ഏകാന്ത തടവറ തന്നിലമർന്നു ശോകം കളിച്ചിറക്കുന്നു നിത്യവും പകലോടി നടന്നു പരിഭവമില്ലാതെ പലരുമായി കുശലം പറഞ്ഞും ചിരിച്ചും അന്തിമയങ്ങുമ്പോൾ കൂടണഞ്ഞേടുമ്പോൾ എന്തൊരു ശൂന്യത മനസ്സിൻ്റെ കോണിൽ. രാവേറെ ചെല്ലുമ്പോൾ രാപ്പാടി പാടുമ്പോൾ മിണ്ടാനും പറയാനും ആരോരുമില്ലാത്ത തൊണ്ടയടഞ്ഞതുപോലെ കിടക്കും. കാഠിന്യമല്ല ഈ ജീവിതം, ബന്ധുക്കളാരെങ്കിലുമുണ്ട്
ഉണ്ടെങ്കിലെന്ത്, ബന്ധുര കാഞ്ചന കൂടെങ്കിലെന്തു, ബന്ധനമാണല്ലോ ചുറ്റിലുമെന്നും. മോചനമില്ലാതിരുട്ടിൻ്റെ മാറിൽ മോഹങ്ങൾക്കൊക്കെയുമെന്തു വില, തളരുമ്പോൾ താങ്ങാനും സാന്ത്വനമേകാനും കരങ്ങളില്ലാത്തൊരു ജീവിതമെന്ത്. കൂട്ടിനൊരാളില്ല ഈ അവസ്ഥയിൽ, കൂടും വെടിഞ്ഞങ്ങു ജീവൻ പോയാൽ ആരുമറിയാതെ 5-6 നാളങ്ങു അങ്ങനെ തന്നെ കിടക്കുമല്ലോ. ഒറ്റയായൊരു ജീവിതം എപ്പോഴും പൊട്ടിത്തകർന്നൊരു തോണി പോലെ, കൈയിട്ടടിച്ചാലും കാലിട്ടടിച്ചാലും കരയിലണഞ്ഞിടാൻ പറ്റുകില്ല. എല്ലാം ഈശ്വര തന്നിലർപ്പിച്ചു കാതോർത്തിരിക്കുന്നു കാലൊച്ച കേൾക്കുവാൻ. രാവു വെളുക്കുവോളം കാത്തിരിക്കുന്നു കണ്ണടയ്ക്കാതെ ഇരുട്ടിലേക്ക്. രാവു വെളുക്കുവോളം കാത്തിരിക്കുന്നു കണ്ണടയ്ക്കാതെ ഇരുട്ടിലേക്ക്. അങ്കണത്തിൽ ഇനി ഒരു ലളിതഗാനം ആലപിക്കുന്നത് ശശികല സുരേഷ്. ഓടക്കുഴൽ വിളി ഒഴുകിയൊഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. ഓടക്കുഴൽ വിളി ഒഴുകിയൊഴുകി വരും ഒരു ദ്വാപരയുഗസന്ധ്യയിൽ. പാടിയ ദിവ്യാനുരാഗിലമാം രസ ക്രീഡാകഥയിലെ നായികേ. ഓടക്കുഴൽ വിളി ഒഴുകിയൊഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. വിരഹം താങ്ങാനരുതാതെ തുളസി കതിർന്നുള്ളാൻ നീ കൈ നീട്ടി നിൽക്കേ. വിരഹം താങ്ങാനരുതാതെ തുളസി കതിർന്നുള്ളാൻ നീ കൈ നീട്ടി നിൽക്കേ. പിന്നിൽ വന്നു നീ കണ്ണുകൾ പൊത്തി, പിന്നിൽ വന്നു നീ കണ്ണുകൾ പൊത്തി. നേത്രോൽപലമാല ചാർത്തി, അവൻ നേത്രോൽപലമാല ചാർത്തി. ഓടക്കുഴൽ വിളി ഒഴുകിയൊഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. ലജ്ജാവിവശേ 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 നിന്മനം കലങ്ങാനൊളി കണ്ണിലൂടെ കപടഭാവത്തോടെ. ലജ്ജാവിവശേ നിന്മനം കലങ്ങാനൊളി കണ്ണിലൂടെ കപടഭാവത്തോടെ. താരാട്ടുപാട്ടിൻ നോരോ വരികളിൽ, താരാട്ടുപാട്ടിൻ നോരോ വരികളിൽ തേൻ വണ്ടായി മധു തേടി. അവൻ തേൻ വണ്ടായി മധു തേടി. ഓടക്കുഴൽ വിളി ഒഴുകിയൊഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. ശശികല സുരേഷ് ആലപിച്ച ലളിതഗാനത്തെ തുടർന്ന് പാപ്പിക്കുട്ടിയമ്മ എഴുതി അവതരിപ്പിക്കുന്ന കവിത. ഭാരതമക്കളുടെ വിലാപമൃത്യു. ഭാരതാംബെ കണ്ടു പോകാൻ വിധിക്കാത്ത ഉൾനൊമ്പരത്താൽ മരിക്കേണ്ടി വന്നല്ലോ.
ഭാരതാംബെ കണ്ടു പോകാൻ വിധിക്കാത്ത ഉൾനൊമ്പരത്താൽ മരിക്കേണ്ടി വന്നല്ലോ. സ്വന്തത്തെ ഓർക്കുമ്പോൾ നെഞ്ചു പിടയുന്നു, ആരുണ്ടവർക്കിനി ആശ്രയം ദൈവമേ. സ്വന്തത്തെ ഓർക്കുമ്പോൾ നെഞ്ചു പിടയുന്നു, ആരുണ്ടവർക്കിനി ആശ്രയം ദൈവമേ. ഉറ്റവർ സ്പർശനമേൽക്കാൻ വിധിയില്ല, അക്കരം കൊണ്ടിറ്റു നീർവാങ്ങി മോന്താനും. ഉറ്റവർ സ്പർശനമേൽക്കാൻ വിധിയില്ല, അക്കരം കൊണ്ടിറ്റു നീർവാങ്ങി മോന്താനും. സ്വന്തങ്ങൾ വന്ന് തഴുകിത്തലോടുമ്പോൾ ഉണ്ടാം സുഖത്തിന് ഭാഗ്യമില്ലാതെ പോയി. സ്വന്തങ്ങൾ വന്ന് തഴുകിത്തലോടുമ്പോൾ ഉണ്ടാം സുഖത്തിന് ഭാഗ്യമില്ലാതെ പോയി. നിത്യവും കാണും മുഖങ്ങൾ ദർശിക്കാതെ തിമിരം നിറഞ്ഞ ഗുഹയ്ക്കുള്ളിലായല്ലോ. നിത്യവും കാണും മുഖങ്ങൾ ദർശിക്കാതെ തിമിരം നിറഞ്ഞ ഗുഹയ്ക്കുള്ളിലായല്ലോ. പ്രാന്തനാം കോവിഡ് ദേഹേ നിറഞ്ഞപ്പോൾ ഈശ്വരൻ പോലും അടുക്കാൻ മടിച്ചിടും. പ്രാന്തനാം കോവിഡ് ദേഹേ നിറഞ്ഞപ്പോൾ ഈശ്വരൻ പോലും അടുക്കാൻ മടിച്ചിടും. ഒരുമയമർന്ന് നിറഞ്ഞു ധരണിയിൽ, അതിലൊരു കണ്ണിയായി തീരാൻ കഴിയാത്ത. ഒരുമയമർന്ന് നിറഞ്ഞു ധരണിയിൽ, അതിലൊരു കണ്ണിയായി തീരാൻ കഴിയാത്ത. നിർഭാഗ്യത എന്നെ വെട്ടി വിഴുങ്ങിയപ്പോൾ എൻ്റെ ആത്മാവ് മലിനകൂപത്തിലായി. നിർഭാഗ്യത എന്നെ വെട്ടി വിഴുങ്ങിയപ്പോൾ എൻ്റെ ആത്മാവ് മലിനകൂപത്തിലായി. അവയവദാനം മഹത്തരമെന്നോർത്തു അതിനും കഴിയാത്ത പാപിയായി തീർന്നിതു. അവയവദാനം മഹത്തരമെന്നോർത്തു അതിനും കഴിയാത്ത പാപിയായി തീർന്നിതു. സേവനധർമ്മങ്ങൾ ആത്മാവിലില്ലാതെ ഓർമ്മകളൊക്കെയും നീർക്കുമേളയായി. സേവനധർമ്മങ്ങൾ ആത്മാവിലില്ലാതെ ഓർമ്മകളൊക്കെയും നീർക്കുമേളയായി. നാമജപന്തൂവും സ്നേഹമുഖാംബുജം ദർശിച്ചു പോകാൻ കഴിയാത്ത പാപിയായി. നാമജപന്തൂവും സ്നേഹമുഖാംബുജം ദർശിച്ചു പോകാൻ കഴിയാത്ത പാപിയായി. ആരുമില്ലാത്ത അനാഥനായി തീർന്നപ്പോൾ സ്വാവയടക്കുമ്പോൾ എന്നെ അടക്കിടും. ആരുമില്ലാത്ത അനാഥനായി തീർന്നപ്പോൾ സ്വാവയടക്കുമ്പോൾ എന്നെ അടക്കിടും. ഒരുമിച്ച പ്രാർത്ഥനയിൽ ആത്മാവ് നീരാടി വെട്ടെ നടന്നിടാൻ സുഹൃതമില്ലാതെ പോയി. ഒരുമിച്ച പ്രാർത്ഥനയിൽ ആത്മാവ് നീരാടി വെട്ടെ നടന്നിടാൻ സുഹൃതമില്ലാതെ പോയി. അന്ത്യമാൻ ചുംബനവും ആദരപട്ടടേ ഒന്നുമില്ലാതെ നരകത്തിലെത്തിടാം. അന്ത്യമാൻ ചുംബനവും ആദരപട്ടടേ ഒന്നുമില്ലാതെ നരകത്തിലെത്തിടാം. ഒന്നുമില്ലാതെ നരകത്തിലെത്തിടാം. അടുത്തതായി കല്യാണി വാസുദേവൻ എഴുതി അവതരിപ്പിക്കുന്ന ഒരു കവിത കൂടി. പുനർജന്മം. ഒട്ടേറെ വഴി താണ്ടി കഷ്ടങ്ങളേറെ വന്നു, എന്നിട്ടും കുലുക്കവുമില്ലാതെ ഞാൻ നടന്നു. മക്കളെ പോറ്റിയിടുവാൻ പാടത്തും പറമ്പിലും മാറ്റാൻ്റെ അടുക്കള പണിയും ചെയ്തിട്ടല്ലോ വളർത്തിയവരെയും കുടുംബമാക്കിയല്ലോ. കടമ നിറവേറ്റാൻ രണ്ടല്ലോ കാര്യങ്ങൾ. രോഗവും വന്നുപോയി വീണുപോയി ദേഹമല്ലോ. മരണഭയമില്ല മരിക്കാൻ മനസ്സില്ല. കടമ നിറവേറ്റി മരണം വരിക്കാലോ. അല്ലെങ്കിൽ ആത്മാവിനു ശാന്തി കിട്ടുകയില്ല. രോഗവും മൂർച്ഛിച്ചല്ലോ ദേഹവും തളർന്നല്ലോ. മരിച്ചു എന്നു തന്നെ കരുതി ബന്ധുക്കളും തെക്കോട്ടു തല വെച്ചു കിടത്തിയവരല്ലോ.
വെള്ളയും പുതപ്പിച്ചു തടയും ചുറ്റിക്കെട്ടി അണിവീരലുകൾ ചരടാൽ കോർത്തു കെട്ടി തലയ്ക്കൽ ദീപം വെച്ചു നെല്ലുമാരിയും വെച്ചു സാമ്പ്രാണി പുകയ്ക്കുന്നു കണ്ണുനീർ വാർത്തു ചുറ്റിലും ബന്ധുക്കളും ചിലരോ ചൊല്ലിയിടുന്നു നല്ല മാരണമല്ലേ കഷ്ടപ്പെടുത്തിയില്ല മരണമുണ്ടെനിക്ക് മരിക്കാൻ മനസ്സില്ല കടമ നിറവേറ്റാൻ ബാക്കിയുമുണ്ടെനിക്ക് കെട്ടിവലിച്ചു കൊണ്ടുപോയവരെന്നെയപ്പോൾ അക്കരെ കടത്തിയ നേരത്തങ്ങവരോടു എന്തിനീ ഈ വേളയും കെട്ടിവലിച്ചിടുന്നു കാലമായില്ലിവൾക്ക് മടക്കി അയയ്ക്കുക ഇനിയും ത്യാഗമേറെ സഹിച്ചിടണമവൾ കടമ നിറവേറ്റാൻ ഭൂമിയിലുണ്ടവൾക്ക് ദുരിതം പേറിയിടണം ജീവിതപാതയിലും തിരിച്ചയച്ചിടുക ഈ ക്ഷണം നിങ്ങളിവേളയും പിടഞ്ഞ് എഴുന്നേറ്റു പറഞ്ഞു വേഗമോടെ തിരിച്ചു വന്നു ഞാനുമെൻ കൊച്ചുമക്കൾക്കായി മരണഭയമില്ല മരിക്കാൻ മനസ്സില്ല മരണഭയമില്ല മരിക്കാൻ മനസ്സില്ല. കല്യാണി വാസുദേവൻ എഴുതി അവതരിപ്പിച്ച കവിതകൾ, പാപ്പിക്കുട്ടിയമ്മ എഴുതി അവതരിപ്പിച്ച കവിത, ശശികല സുരേഷ് ആലപിച്ച ലളിതഗാനം, മഞ്ജു കുര്യന്റെ പ്രഭാഷണം എന്നിവയാണ് അങ്കണത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി സമാപിക്കുന്നു.